അവനെ അന്നേരം അടിച്ച് ചെവുകുറ്റി അടിച്ച് ഞാൻ അങ്ങ് പൊട്ടിക്കും. അതേ ഉള്ളൂ എൻ്റെ കാര്യം പറഞ്ഞാൽ. ഇനി ആരും വേറൊരാളോട് ഇങ്ങനെ പറയാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു, എടി നമുക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയി കൊടുക്കുന്നത് എനിക്ക് താല്പര്യമാണ്. അപ്പം ഈ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇത് വന്നു. അവന്മാർക്കാണെങ്കിൽ ഇങ്ങനെ അവസ്ഥയാണെങ്കിൽ അവന്മാർ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും അവന്മാരങ്ങ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. എൻ്റെ മനസ്സിനകത്ത് ആദ്യം ഓടിയെത്തിയതായിരുന്നു, എൻ്റെ വൈഫിനോട് പറഞ്ഞായിരുന്നു, ഇനി നമുക്ക് ഈ ഭാഗ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ പോയതായിരുന്നു. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒന്ന് കെട്ടിപ്പിടിച്ചോടെ കാര്യം. എന്താ പറയണത്, ഇങ്ങനൊരു മനസ്സ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉണ്ടാവണം എന്നൊന്നുമില്ല. നമസ്കാരം, അനന്തുമാരമ്പളാണ് ചേട്ടാ. നമസ്കാരം. സത്യം പറഞ്ഞാണല്ലോ ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. അതായത് നമ്മുടെ വയനാട്ടിൽ അപകടത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു, ഒരുപാട് കുരുന്നുകൾക്ക്. അതിൽ ഈ പറയും പോലെ കുറച്ച് കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എനിക്ക് നേരത്തെ പരിചയമുണ്ട് എങ്കിൽ പോലും ഞാൻ ആ പരിചയത്തിൻ്റെ പുറത്ത് രാത്രി 12 മണി വിളിക്കുമ്പോൾ നീ വാടാന്നാണ് പറഞ്ഞില്ലേ. സത്യം പറഞ്ഞാൽ എന്താ പറയണത്, ഒന്ന് കെട്ടിപ്പിടിച്ചോടെ കാര്യം. എന്താ പറയണത്, ഇങ്ങനൊരു മനസ്സ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായി. ഇന്നലെ വരെ ആ കുട്ടികൾക്കൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇല്ലേ. നാളെ അവരെൻ്റെ മക്കളായിട്ട് വളർത്താമെന്ന് പറഞ്ഞിട്ട് അജിത്തേട്ടനും വൈഫും തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ഇവനൊക്കെ 1 രൂപ പോലും ഒരാൾക്ക് സഹായം ചെയ്യത്തുമില്ല. ഈ പറഞ്ഞ വയനാട് വിഷയം ബന്ധപ്പെട്ട് പോലും എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ച് അവിടെ എത്തിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവന്മാരാണ് ഈ പറയുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ആ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ വിഷമം പോലെ തോന്നി. അല്ല, എനിക്ക് ഇപ്പം തന്നെ ഞങ്ങൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോട് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ എൻ്റെ വൈഫിനും 2 കൈയുണ്ട്, എനിക്കും 2 കൈയുണ്ട്. 4 കൈ കിട്ടി ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞങ്ങളുടെ സ്വന്തം മകനെ പോലെ ആയാലും മോളാണെങ്കിൽ ശരിയാണ് തന്നെ ഞങ്ങൾ അതുപോലെ ആയിരിക്കും ഞങ്ങൾ കൊണ്ട് നടക്കുന്നതിന്. എന്താ രാജകീയമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്, ഒരു അല്ലൽ അറിയിപ്പിക്കാത്ത രീതിയിൽ നമ്മളത് ചെയ്തിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്തായാലും എൻ്റെ കൂടെ വരുന്ന ഏതായാലും ആ കുഞ്ഞിനുള്ളതായിരിക്കും. അതായത് അത് കഴിഞ്ഞുള്ള കാര്യമേ നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി നമുക്കിങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ഏറ്റെടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു. തരണമെന്നും ഒക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. കിട്ടിയാൽ നമുക്ക് പൊന്നുപോലെ നമ്മൾ വളർത്തും. പുള്ളിക്കാരൻ ഇറങ്ങി അങ്ങ് പോവും. പുള്ളിക്കാരന് പിന്നെ അവരുമായിട്ടുള്ള ഇത് ഫ്രണ്ട്ഷിപ്പ് എനിക്കേ ഉള്ള ആരും ഇല്ലാതെ വരുന്നു. അങ്ങനൊരു വിഷമം. 2012 ചേട്ടനൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ എന്നെ കൈവിട്ട് പോയെന്ന്. പക്ഷെ അന്നും ദൈവം എൻ്റെ കൈ തന്നു. ഇപ്പം ഇതൊരു വന്നപ്പോഴും എനിക്ക് നല്ലൊരു താല്പര്യമാണ് ഈ ഒരു കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്താൻ വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും അവരുടെ അച്ഛനും അമ്മയായിട്ടേ ഞങ്ങൾ അവരെ കരുതത്തുള്ളൂ. 2 പേരെ കിട്ടിയാലും ഞങ്ങൾക്ക് താല്പര്യമാണ്. ഞങ്ങൾ 2 കൈയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് ഒരു കുട്ടികളില്ലാത്തതിൻ്റെ വേദന അന്നേരം മനസ്സിലാകത്തുള്ളൂ. അതേപോലെയാണ് അതിൻ്റെ അച്ഛനമ്മമാർ അതുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. നമുക്കതല്ലേ ചിന്തിക്കാൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടുള്ള വേദന എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ വൈഫിനും അറിയാം. ഞാനൊരു ദിവസം ഇവിടെ ഇല്ലേ തന്നെ അവൾ ഒറ്റയ്ക്കാണ് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവൾക്കൊരു കുട്ടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എൻ്റെ വൈഫിനും ഉണ്ടാവില്ല. താനും അവളത് പൊന്നുപോലെ നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്താണ് ആ ഒരു പോസ്റ്റ് ഇട്ട് അത് ജനങ്ങളുടെ കയ്യിലിട്ട് അത് ഒരുപാട് വൈറലാവുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് സങ്കടങ്ങളാണ് അന്ന് ഉണ്ടായതെന്ന്. ആ ഒരു രാത്രി മൊത്തം ഞങ്ങളും ചിന്തിച്ചു. ഈ ഒരു അവസ്ഥ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലക്കാരാണെങ്കിൽ തന്നെ നമ്മളിതൊന്നും അറിയുന്നില്ല. ആ മലമണ്ടയ്ക്ക് കിടന്നിട്ട് ഒരു അമ്മയും ഒരു മോളും കൂടെ ഒരു ആനയുടെ ചുവട്ടിൽ എത്ര ദിവസം അവരവിടെ കിടന്നു. എന്നിട്ട് ആന പോലും ഒന്നുപോലും ഒരു നോവിച്ചിട്ട് പോലുമില്ല. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതിനകത്ത്. നമ്മൾ ആ കുട്ടികളൊക്കെ ആ ഒരു കുഞ്ഞിന് ആ ആനയുടെ കണ്ണിൽ നിന്ന് വീണ കടുതിര അതുങ്ങളെ ഒരു മിണ്ടാപ്രാണികളാണെങ്കിൽ തന്നെയും ആ ആന അവരെ നല്ല സേഫാക്കിയിട്ട് തന്നെ അതിൻ്റെ കാൽച്ചോട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഞങ്ങളും അതേപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ 2 പേരെ തരുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നോക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികളില്ലാത്ത കുറേ നവദമ്പതിമാരുണ്ട് അതിനകത്ത്. അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ ഓരോരുത്തരെ വീതം വെച്ച് കൊടുത്താൽ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാവരും അവർക്ക് അച്ഛനമ്മമാരുടെ ആ സ്നേഹം അവരുടെ അച്ഛനമ്മമാരുടെ ആ സ്നേഹത്തിന് തന്നെ അവർക്കും കൈ കിട്ടും. ആദ്യമില്ലാത്ത ആ ഒരു ഇത് അവർക്ക് കൈ കണ്ടി തീർച്ചയായിട്ടും അത് കിട്ടും. അത് 100% ഉറപ്പുണ്ട് ഞങ്ങൾക്ക്.